പറഞ്ഞതുപോലെ എനിക്ക് ഷുഗറുണ്ട്, ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ആ രീതിയിൽ പ്രയോജനപ്പെടുകയും പറയാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഇത് ഉപയോഗിച്ച് 10 ദിവസം എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനോട് പറഞ്ഞു, ഇനി ഫാദർ ഷുഗറിന് മരുന്ന് കഴിക്കാതിരിക്കരുത്, രാവിലെ വൈകിട്ടും ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു. ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് 3-4 വർഷമായിട്ട് ഞാൻ ഷുഗർ ഉള്ള ഒരാളായിരുന്നു. 456 ഒരു 5 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം മരുന്ന് കഴിച്ചു തുടങ്ങി. രാവിലെ വൈകിട്ടും അത് 200-ൽ താഴെ കൊണ്ടുവന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോക്ടർ സേവ്യ എൻ്റെ അടുക്കൽ വരുന്നത്. ഞാനിത് വാങ്ങിച്ചു. ഇതും മരുന്നും 10 ദിവസം കഴിച്ചു. 11ാമത്തെ ദിവസം ഞാൻ ഡോക്ടറുടെ അടുത്തിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. അപ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഷുഗർ നോർമലായല്ലോ. അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ഒരിക്കലും ഈ മരുന്ന് നിർത്തരുതെന്ന് പറഞ്ഞത് എന്നോട് ഈ മരുന്ന് വേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നോട് പറയുകയാണ്. ഒരാഴ്ച മരുന്ന് കഴിക്കാതെ ഫാദർ ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ 8 ദിവസം കഴിഞ്ഞ് മരുന്ന് കഴിക്കാതെ ഇത് മാത്രം ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ ഷുഗർ നോർമലാണ്. അപ്പോൾ കഴിക്കണ്ട, മാസത്തിൽ വല്ലപ്പോഴും വന്ന് ടെസ്റ്റ് ചെയ്തോളം പറഞ്ഞു. പിന്നത്തെ മാസം ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയില്ല. ഇത് ടെസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് അറിയണ്ട. ഞാൻ അടുത്തുള്ള ഒരു ലാബിൽ പോയി. അവിടെ പോയി ഷുഗറും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. എല്ലാം നോർമലാണ്. ഇപ്പോൾ 3 മാസമായി ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അപ്പോൾ ഞാൻ ഇത് പലർക്കും കൊടുത്തു. ആ കൊടുത്തവരൊക്കെ മൂവാറ്റുപുഴ ഒരു സ്കൂൾ നടത്തുന്ന 2000 വിദ്യാർത്ഥികളിൽ സ്കൂൾ നടത്തുന്ന എൻ്റെ സുഹൃത്ത് ഫാദറിന് ഞാൻ ഇത് കൊടുത്തു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കുടുംബത്തോടൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ ഫാദർ പറഞ്ഞു, ഇത് ഓർമ്മ കിട്ടിയിട്ട് എന്താണ് ഫാദർ, ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പോൾ ഓർണോടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഓർണോട് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് 11,000 രൂപ എന്നറിയില്ല, ഡബിൾ കൊടുക്കാമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു, അതൊരു ബിസിനസ്സായിട്ട് വരാതിരിക്കാനാണ്, ഫാദർ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പ്രയോജനപ്പെടുമെങ്കിൽ മറ്റൊരു കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് നേരത്തെ ക്ലാസ് എടുത്ത ഡോക്ടറും അതുപോലെ റാഫി സാറൊക്കെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ കുടുംബത്തിൽ തുടങ്ങണം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തു, എൻ്റെ അനിയത്തിക്ക് അവർക്കൊക്കെ കൊടുത്തു. ഞാനൊരു ദിവസം തറവാടിൽ ചെല്ലുമ്പോൾ അനിയൻ്റെ ഭാര്യ ഒരു നല്ല ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. അവരുടെ മാതാപിതാവ് ചൂട് വെച്ചുകൊണ്ടിരുന്നു, അധികം ചൂട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വണ്ടിയിലെ കാറിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേഗം അതിൽ ഓർഡർ കൊടുത്തു. അവർ കിടക്കാൻ പറഞ്ഞു. അതിൽ കിടന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അനിയൻ വീട്ടിൽ വന്നു. 6,800 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വേണം, ഇത് വളരെ നല്ലതാണ്.